ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ലഡുവാണ്. കർക്കിടക മാസമല്ലേ, നമ്മുടെ ആയുസ്സും ആരോഗ്യ സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതെങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 350 ഗ്രാം ഉലുവ, ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. എന്നതിന് ശേഷം ഇത് നന്നായി വറുത്തെടുക്കണം. ഉലുവ കണ്ണിനും സൗന്ദര്യത്തിനും ഹെയറിനും സ്കിന്നിനും അതുപോലെ തന്നെ വേദനയ്ക്കുമൊക്കെ ഉത്തമമായ ഒരു ആയുർവേദ മെഡിസിനാണ്. 250 ഗ്രാം കരിഞ്ജീരകം, ഇത് നന്നായി കഴുകിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ വളരെയേറെയാണ്. കരിഞ്ജീരകം ശരീരവേദനയ്ക്കും നീർക്കെട്ടലിനും ശ്വാസതടസ്സത്തിനും ആസ്മയ്ക്കും വയറ്റിലെ അസുഖങ്ങൾക്കുമൊക്കെ ഒരുപാട് നല്ലതാണ്. പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഏറെയുള്ളതാണ് കരിഞ്ജീരകം. 250 ഗ്രാം എള്ള്, ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ്. നിങ്ങൾക്ക് കറുത്ത എള്ള് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അത് നല്ലപോലെ കഴുകിയെടുത്ത് നന്നായി വറുത്തെടുക്കണം. എള്ളിൻ്റെ ഗുണങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. 250 ഗ്രാം ഫ്ലാക്സ് സീഡാണ്. ഇതിന് ചണം എന്നും പറയും. ഇത് കഴുകാൻ പറ്റില്ല, കുഴകുഴാന്നിരിക്കും. അതുകൊണ്ട് നന്നായി തുണി കൊണ്ട് തുടച്ചെടുത്തു. എന്നിട്ട് ഇത് നല്ലപോലെ വറുത്തെടുക്കണം. ഇത് വറുത്ത് പാകമായിട്ട് വരുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ഒരു ഒച്ച കേൾക്കും. അതാണ് ഇതിൻ്റെ പരുവം. അന്നേരം വാങ്ങിയെടുക്കുക. ഫ്ലാക്സ് സീഡിൻ്റെ ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും വളരെയേറെയാണ്. 150 ഗ്രാം നല്ല ജീരകമാണ്. ഇത് ചെറുതായി ഒന്ന് വറുത്ത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പം ഇതിലേക്ക് 200 ഗ്രാം അയമോദകവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വറുത്തെടുക്കുക. അയമോദകത്തിൻ്റെ ഗുണങ്ങളും ജീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ വളരെയേറെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വയറ്റിലെ ഗ്യാസ്, പുളിച്ചു തകട്ടൽ, ശ്വാസം മുട്ടൽ, ശരീരവേദന, ഇതിനൊക്കെ ഉത്തമമാണ് അയമോദകം. മുത്താറി അഥവാ റാഗി എന്ന് പറയും. ഇതിൻ്റെ പോഷക ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാലോ. ഞാൻ റാഗി പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് മുഴുവനോടെയുള്ള റാഗി വേണമെങ്കിലും എടുക്കാം. നന്നായി അത് വറുത്തെടുക്കണം. 500 ഗ്രാം റാഗി പൗഡറാണ്. ഷുഗർ, കൊളസ്ട്രോൾ, വിളർച്ച, ഇതിന് ഉത്തമമാണ് റാഗി. 250 ഗ്രാം നിലക്കടല, പ്രോട്ടീൻ്റെ കലവറയാണ് നിലക്കടല. ഇത് നന്നായി വറുത്തെടുക്കുക. തൊലി കളഞ്ഞതിന് ശേഷം മാത്രമേ പൊടിക്കാൻ പാടുള്ളൂ. 2 തേങ്ങ, അത് നന്നായിട്ട് ചിരകി എടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. ബ്രൗൺ കളർ ആകണ്ട, അതിലും കുറച്ചും കൂടെ കുറഞ്ഞ കളറാകുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ പൊടിച്ചെടുക്കേണ്ടതാണ്. ഉലുവയും കരിഞ്ജീരകത്തിനൊക്കെ അല്പം കയ്പുണ്ട്. ആ കയ്പിനെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് തേങ്ങ. 150 ഗ്രാം ബദാം, 1 സ്പൂൺ ഗ്രാമ്പു, 1 സ്പൂൺ കറുവപ്പട്ട, 10-15 ഏലക്കായ, 1 ജാതിക്കായ, ഇത്രയാണ്. നന്നായി വറുത്തെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി പൊടിച്ചെടുക്കുക. ഇത് വറുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം തന്നെ എടുക്കും. ഓരോന്നോരോന്നായി നന്നായി പൊടിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. കർക്കിടക മാസത്തിലാണ് നമ്മുടെ ആരോഗ്യം ഏറ്റവും കൂടുതലായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അത് നമുക്ക് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലഡു കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയാണ്. അതായത് ഇതൊരു എനർജി ബൂസ്റ്ററാണ്. ആയുസ്സിനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഓജസ്സിനും തേജസ്സിനും ഒക്കെ ഉത്തമമാണ് ഈ ഔഷധക്കൂട്ട്. ബദാം പൊടിച്ചെടുക്കാം, മുത്താറി പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചതാണ്, എന്നാലും ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് അരിച്ചും കൂടി എടുക്കണം. മുത്താറി പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര ചൂടാക്കിയെടുക്കാം. ഞാൻ 800 ഗ്രാം ശർക്കരയാണ് എടുത്തത്. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഷുഗർ കംപ്ലൈൻ്റൊക്കെ ഉള്ള ആളുകൾ കുറച്ച് മധുരം കഴിക്കുന്നതായിരിക്കും നല്ലത്. ശർക്കരയിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ശർക്കര ഉരുകി ഒന്ന് കുറച്ച് കുറുകി വരണം. ശർക്കര ഈ പാകത്തിൽ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. മധുരം എന്നതിനുപരിയായി പല ഗുണങ്ങളുമുള്ള ഒന്നാണ് ശർക്കര. ദഹനത്തിനും ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കുന്നത് മുതൽ വിളർച്ചയും വേദനയും തടയുന്നതുവരെ ശർക്കരയുടെ ഗുണം വളരെയേറെയാണ്. ശർക്കര അരിച്ചെടുത്തു. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം കുഴച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ 2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കണം. വീഡിയോ പോസിലായിരുന്നു, അതുകൊണ്ട് നെയ്യ് ഒഴിക്കുന്ന വീഡിയോ വന്നിട്ടില്ല. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ആവശ്യത്തിന് ശർക്കരപ്പാനി വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുഴച്ചെടുക്കുക. നമ്മൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കുഴഞ്ഞു കിട്ടണം. ഒത്തിരി വെള്ളം ആകാൻ പാടില്ല, അതായത് ഒത്തിരി ശർക്കരപ്പാനി ആകാൻ പാടില്ല. കർക്കിടക മരുന്ന് ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണം.
ഒരുപാട് സമയം വേണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണവും ഉണ്ടാവുകയുള്ളൂ. കുറച്ചുകൂടെ ശർക്കര പാനിയുടെ ആവശ്യമുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായി കുഴഞ്ഞു വരുള്ളൂ. കാരണം നമുക്കിത് ഉണ്ട ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഉണ്ട പിടിച്ചിരിക്കണം, ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടിയെടുക്കണം. ഇത് നമ്മൾ ദിവസവും ഓരോന്ന് വീതം കഴിക്കാം, ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഈ മരുന്നുണ്ട തുടർച്ചയായി ഒരു 20 ദിവസമെങ്കിലും കഴിക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം ഉണ്ടാവുകയുള്ളൂ. ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളയാക്കി ഉരുട്ടാൻ അല്പം സമയം വേണം കേട്ടോ. ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലാക്കി അടച്ചു വെക്കുക. നമുക്ക് ദിവസം എടുത്ത് കഴിക്കാനായിട്ട് വേറെ ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയ പാത്രം തുറന്നാൽ മതി. വലിയ പാത്രത്തിലുള്ളത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. എൻ്റെ കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് രാമായണ മാസമാണ്. രാമനാമം ജപിക്കാൻ മറക്കരുത്. രാമ 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 പാഹി മാം.